വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീ ജഗദീഷ് പറഞ്ഞിടത്ത് ഞാൻ തുടങ്ങുകയാണ്. ഞാനിന്ന് ഇവിടെ വരാനുള്ള 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, സുനിത മാഡം വിളിച്ചത് തന്നെയാണ്. കാരണം ഞാൻ വളരെയധികം ആദരിക്കുന്ന ഒരു വ്യക്തി. അതിനേക്കാൾ എനിക്ക് തോന്നിയത്, നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ that shows her passion to the profession. അപ്പോൾ അതിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ്. മറ്റൊന്ന്, പ്രിൻസിപ്പൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, സെല്ലോയിൽ എന്നും കാണാൻ ആഗ്രഹിക്കുന്ന ശ്രീ ജഗദീഷും കൂടെ ഉള്ളപ്പോൾ തീർച്ചയായും ഇന്നിവിടെ വരണമെന്ന് തോന്നി. അതിന് സംസാരിക്കുമ്പോൾ അങ്ങനെ ഞാൻ പറയുന്നതിൽ ഞാൻ ജീവിക്കുന്ന അതേ ചിന്തകളും അതേ കാര്യങ്ങളും മനസ്സിൽ പതിഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീ ജഗദീഷിന് ജീവിക്കുന്നത്. അതിന് സന്തോഷമുണ്ട്. ഞാനും എപ്പോഴും പറയാറുണ്ട്, അതായത് കലാലയത്തിൽ പഠിക്കാൻ മാത്രമായിട്ടല്ല വരണം, ഞാൻ കാണിച്ചു. അത് തന്നെയാണ് ഞാനും പറയാറുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെ ടാലൻസ് ഉണ്ടോ, ആ ടാലൻസ് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ കാണണം. അല്ലെങ്കിൽ there is no life. ഉദാഹരണത്തിന്, അവസാനം കണ്ട സിനിമ എന്ന് വെച്ചാൽ ഞാൻ പറയും, ഞാൻ നേര് കണ്ടു. അവസാനം നേര് കണ്ടു. വാലിബൻ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. കളികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ബോപ്പണ്ണ ജയിച്ചു, കളി ജയിച്ചു. യെസ്, യു ഷുഡ് നോ. 43-ാം വയസ്സിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് ജയിക്കുക എന്ന് പറഞ്ഞാൽ വി ഷുഡ് അഡ്മയർ, വി ഷുഡ് ലേൺ ടു അഡ്മയർ. അതേപോലെ മെസ്സി അടുത്ത മാച്ച് കളിക്കാൻ പോകുന്നു. നമ്മൾ കാത്തിരുന്ന ഒരു റൗണ്ട് മെസ്സി, പക്ഷെ മെസ്സി മാത്രമേ കളിക്കുന്നുള്ളൂ. ഒപ്പോണന്റ് ഈസ് നോട്ട് ദർ. ആരാന്ന് നിങ്ങൾക്ക് അറിയണം. ഹി ഈസ് നോട്ട് ഏബിൾ ടു പ്ലേ. നമ്മുടെ ഷട്ടിൽ ബാഡ്മിന്റൺ ഡബിൾസ് ടീം 3 ഫൈനലിൽ ഇന്റർനാഷണൽ ലെവലിൽ പോയി. ബട്ട് 3 ലെവലും ദേ ഫെയിൽ. യു ഷുഡ് നോ. ചിരാഗ് സഖ്യത്തിൻ്റെ ഇതെല്ലാം നമ്മൾ അറിയണം. വി ഷുഡ് നോ. ദെൻ ഓൺലി ദർ ഇസ് ലൈഫ്. അപ്പോഴെപ്പോഴും പലരും വന്ന് ചോദിക്കും, ഡോക്ടർ ഇത്ര ബിസിയാണ്, പക്ഷെ എന്തുകൊണ്ട്, എങ്ങനെ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു? ഉത്തരം ഒന്നേ ഉള്ളൂ. എനിക്കും 24 മണിക്കൂറാണ്, മുഖ്യമന്ത്രിക്കും 24 മണിക്കൂറാണ്, പ്രധാനമന്ത്രിക്കും 24 മണിക്കൂറാണ്. ആർക്കും 1 മിനിറ്റ് പോലും കൂടുതലില്ല. പക്ഷേ ജീവിക്കുന്ന സമയം ഹൗ ഡു യു ലിവ്, ഹൗ യു പ്ലാൻ യുവർ തിങ്സ്, അതാണ് ഏറ്റവും പ്രധാനം. അതായിരിക്കണം എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ടത്. പിന്നെ നമ്മൾ സ്പോർട്സും എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ കാണിച്ചു, നമ്മുടെ കലകളെല്ലാം നമ്മൾ കാണുന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ വരുമ്പോൾ ഒരു കാര്യം ഞാൻ പുതുതലമുറയോട് എപ്പോഴും പറയാറുണ്ട്. നമുക്ക് സങ്കടം തോന്നാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ എന്ന് ചോദിക്കും. വരും തലമുറയുടെ ആരോഗ്യം, നമുക്ക് ആരോഗ്യമില്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കിതൊന്നുമില്ല. നമുക്ക് കലകളില്ല, കളികളില്ല, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന ചെറിയൊരു ഉപദേശം, അത് എല്ലാ വേദിയിലും പറയേണ്ടി വരാറുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കണം എല്ലാവരും. ഞങ്ങൾ കാണുന്ന ചില അപകടകരമായ സൂചനകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പ്രവർത്തിക്കുന്ന മേഖല ക്യാൻസർ കൂടി വരുന്നു. അവിടെ കൂടി വരുന്നത് മാത്രമല്ല, യങ് പോപ്പുലേഷൻ, 18 വയസ്സ് 20 വയസ്സിലുള്ളവരൊക്കെ കമ്മിങ് വിത്ത് ബ്രസ്റ്റ് ക്യാൻസർ. ഒന്നും നമ്മൾ കേൾക്കാറ് പോലും ഇല്ല. പക്ഷെ നൗ യു ആർ സീയിങ് ഇറ്റ്, യു ആർ ഫേസിങ് ഇറ്റ്. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു ഇൻസിസ്റ്റ്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ എല്ലാ കുട്ടികളും കൊണ്ട് എടുത്തെടുത്ത് പറയാണ്, പുകയിലയുമായി ബന്ധപ്പെട്ട ഒരു സാധനങ്ങളും മദ്യപാനവും നമ്മുടെ അടുത്തുകൂടെ പോകാൻ പാടില്ല. ബിക്കോസ് ദേ ആർ ഓൾ ഹാംഫുൾ. 3-ാം ഭാഗം നമ്മുടെ ആഹാര രീതികളാണ്. അത്
നിങ്ങൾ കഴിക്കുന്ന പല ആഹാരങ്ങളും പ്രശ്നക്കാരാണെന്ന് തിരിച്ചറിയുക. അത് നമ്മൾ കൊടുക്കുന്ന ഒരു തലക്കെട്ടുണ്ട്, ഫാസ്റ്റ് ഫുഡ് കിൽസ് ഫാസ്റ്റ് എന്നാണ്. അതുകൊണ്ട് തീർച്ചയായും ശ്രദ്ധിക്കണം. കൂടെ തന്നെ വ്യായാമവും. കാരണം നമ്മൾ കാണുന്ന മറ്റു കണക്കതാണ്, അതായത് ഒബിസിറ്റി ഈസ് ഇൻക്രീസിങ്, അതായത് അമിതവണ്ണം കുട്ടികൾ കൂടി വരികയാണ്. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ എല്ലാ ജീവിതശൈലി രോഗങ്ങളും, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ എല്ലാം, എവറിത്തിങ് ഈസ് കൗണ്ടഡ് വിത്ത് ദാറ്റ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവും. കഴിഞ്ഞ ദിവസം ഒരു മെഡിക്കൽ കോളേജിലെ കോൺവൊക്കേഷന് പോയപ്പോഴേ അവിടെ ഒരു പ്രിൻസിപ്പൽ ഒന്ന് പറയായിരുന്നു, കുട്ടികളിൽ 20-25% കുട്ടികളും മദ്യപാനവും അല്ലെങ്കിൽ മരുന്നുകളും ലഹരി സാധനങ്ങൾക്ക് അടിമകളാണ്. ജസ്റ്റ് ഇമാജിൻ ഇൻ എ മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, അത് ലഹരിയല്ല നമുക്ക് ആവശ്യം, നമുക്ക് ജീവിതമെന്ന ലഹരിയാണ് ആവശ്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അറിയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് യു ഓൾ വിൽ എൻജോയ് ലൈഫ്. അങ്ങനെ ഇന്ന് ഈ നിമിഷം വരെ ജീവിതം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്. നോട്ട് എ സിംഗിൾ മൊമെന്റ് ഐ ഹാവ് റിപ്പൻറ്റഡ് ഐദർ ഫോർ ബീയിങ് എ ഹ്യൂമൻ ബീയിങ് ഓർ ഫോർ ബീയിങ് എ ഡോക്ടർ. അത് നേരത്തെ സുജേഷ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏറ്റവും 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 ദേഷ്യമുള്ള സബ്ജക്റ്റ് ബയോളജിയാണ്. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് കണക്കുമായിരുന്നു. ബട്ട് ഐ തിങ്ക് ഐ ലാൻഡഡ് ഇൻ ടു ദിസ് പ്രൊഫഷൻ. പക്ഷെ അവിടെ വന്ന് ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ ഐ തിങ്ക് ഐ ലിവ്ഡ് ഇൻ എവറി സെക്കൻഡ് ഓഫ് മൈ പ്രൊഫഷൻ ഇൻ മൈ ലൈഫ്. ഇന്ന് രാവിലെ ഞാൻ കണ്ട 3 പേരെ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ മച്ച് ദി ലൈഫ് മീനിങ് ക്യാരീസ് എന്നുള്ളത്. ഞാൻ ആദ്യം കാണുന്നത് ഒരു 8 വർഷം മുമ്പ് ചികിത്സ കഴിഞ്ഞു പോയ ഒരു കുട്ടി, ഇപ്പം കുട്ടിയല്ല, എന്നാൽ യുവാവാണ്. അവനെ കൊണ്ടൊരു വ്യക്തി കടന്നു വരികയാണ്, റിട്ടയർഡ് പോലീസ് ഓഫീസർ. എന്താണെന്ന് വെച്ചാൽ ആ പോലീസ് ഓഫീസറിന്റെ മകളെ ഹീസ് ഗോയിങ് ടു ഗെറ്റ് മാരീഡ്, ഈസ് മാരിങ്. അപ്പോഴേ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം that disease will not come back and he will have a good life. So the first thing which I did. രണ്ടാമത്തേത്, ചവറയിൽ നിന്ന് 2 യുവാക്കള് അവർ വന്നിട്ട് പറഞ്ഞു, അച്ഛനെ ഡോക്ടർ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനെ ഡോക്ടർ ചികിത്സിച്ചിരുന്നു, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പക്ഷെ അദ്ദേഹം ആ ചികിത്സയുടെ സമയത്ത് ഇവർ 2 പേരും, ഞങ്ങൾ 2 പേരും കൊച്ചു കുട്ടികളായിരുന്നു, ഡോക്ടർ നോക്കി നിന്നിട്ടുണ്ട്. അച്ഛൻ്റെ പേരിൽ ഞങ്ങളൊരു ലൈബ്രറി അവിടെ ആരംഭിക്കുന്നു. ആ ലൈബ്രറിയുടെ ഉദ്ഘാടനത്തിന് ഡോക്ടർ വരണമെന്ന് തീർച്ചയായും ആവശ്യപ്പെട്ടത് അവരുടെ അമ്മയാണ്. അമ്മ പറയുന്നു ഞാൻ ചെല്ലണം. ജസ്റ്റ് ഇമാജിൻ ഹൗ ഐ ബി ഫീലിംഗ് അറ്റ് ദാറ്റ് മൊമെന്റ്. ഞാൻ ഇല്ലാത്ത സമയം കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാം, തീർച്ചയായും ഞാൻ ഉദ്ഘാടനത്തിന് വരാം. മൂന്നാമത്തെ സംഭവം, കാസർഗോട്ടുകാരിയാണ്, ചികിത്സ എല്ലാം കഴിഞ്ഞ് തിരികെ പോവുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു ഉപഹാരം ഡോക്ടർക്ക് തരാം, സ്വീകരിക്കുമെന്ന് ചോദിച്ചു. നമ്മൾ തീർച്ചയായും സ്വീകരിക്കാം. അവർ കഴിഞ്ഞ കീമോതെറാപ്പി എടുത്തിരിക്കുന്ന ഏകദേശം ഒരു 6 മാസം കീമോതെറാപ്പി എടുത്തിട്ടുണ്ട്. ആ 6 മാസം കൊണ്ട് വരച്ച ഒരു ചിത്രം, എൻ്റെ ഒരു ചിത്രം നീ കൊണ്ട് തരാണ്. ആസ് എ ഡെഡിക്കേഷൻ. ദാറ്റ് ഈസ് ലൈഫ്. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴേ ഓരോ നിമിഷത്തിനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം തന്നെയാണിത്. ഞാനും ബഹുമാനിക്കുന്ന 2 പ്രൊഫഷൻ ഞാൻ എടുത്തെടുത്ത് പറയാറുണ്ട്. ഏറ്റവും അത് അധ്യാപകർ തന്നെയാണ്, ടീച്ചേഴ്സ്. ദാറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്രൊഫഷൻ യു ക്യാൻ എവർ ഇമാജിൻ. അതിൻ്റെ ചെറിയൊരു ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഈ അവസാനം ഡാൻസ് കണ്ടാൽ മതി. കൊച്ചുകുട്ടികൾ അവതരിപ്പിച്ച ഡാൻസ്, ഐ തിങ്ക് ഹൗ ബ്യൂട്ടിഫുള്ളി ദേ പെർഫോം വിത്ത് സച്ച് എ ഡിസിപ്ലിൻ, സച്ച് എൻ ഓർഗനൈസ്. ഐ തിങ്ക് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഓരോ അധ്യാപകരും ഐ തിങ്ക് ദേ ഡിസർവ് എ ബിഗ് ക്ലാപ്പ്. ആ പ്രായത്തിലെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് പ്രൊഫഷൻ ഐ ഓൾവേസ് ഫീൽ ഐ ലൈക്ക് ഈസ് ദി പ്രൊഫഷൻ ഓഫ് എ ഡോക്ടർ. അതുകൊണ്ട് സന്തോഷിക്കുന്നു. എന്തെങ്കിലും വരാൻ സന്തോഷമുണ്ട്. കുറച്ച് സമയം അവിടെ എന്നോട് ചെലവാക്കാൻ സാധിച്ചതിൽ. ശ്രീ ജഗദീഷ് പാട്ട് പാടിയപ്പോൾ എനിക്ക് തോന്നി ഐ ഷുഡ് ഓൾസോ ഡു സം ഇൻസ്ട്രുമെന്റ്സ് തോന്നി. അതേപോലെ തന്നെ എനിക്ക് ഒരു സ്വരം അറിയില്ല. ഞാൻ സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ പോകുമ്പോൾ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവർ ചോദിക്കും ഏതാണ്,
എഫ് മേജറാണോ സി മേജറാണോ എനിക്കറിയാം. പക്ഷേ ഒരു പാട്ട് വായിച്ച് പാട്ട് പാടി തന്നിട്ട് ആ പാട്ട് അതേപടി ഇൻസ്ട്രുമെന്റിൽ വായിക്കണം എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഡു ദാറ്റ്. അത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഐ ഡോണ്ട് നോ ഹൗ, പക്ഷേ ദാറ്റ് ഇസ് സ്റ്റിൽ ഐ കണ്ടിന്യൂ ടു ഡു. അതുകൊണ്ടൊരു 4-5 വരി ഞാൻ എനിക്ക് വേണ്ടി മൗത്ത് ഓർഗനിൽ വായിച്ചു തരാം. ഐ തിങ്ക് ദാറ്റ്സ് ബിക്കോസ് ഐ എൻജോയ്ഡ് എവറി മൊമെന്റ് ദാറ്റ് ഐ സിറ്റിംഗ് ഹിയർ. അതുകൊണ്ട് തന്നെ 4 വരി പാടാൻ തോന്നിയോണ്ട് പാടുകയാണ് വിത്ത് എ മൗത്ത് ഓർഗൻ. Thank you very much.